ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു എംപേവർ. നമ്മുടെ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞുപോയ പരീക്ഷയ്ക്ക് പോലും ചോദിച്ച ഒരു ഭാഗമാണ് GST കൗൺസിലും GST ട്രിബ്യൂണലും. ഈ ഒരു ഭാഗത്ത് നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടും GST ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ഫാക്റ്റുകൾ നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ റാങ്ക് നിർണ്ണയിക്കുന്ന ആ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ക്ലാസിന്റെ നോട്ട് എഴുതിയെടുക്കേണ്ട, പൂർണ്ണമായിട്ടും PDF ആയി ഡൗൺലോഡ് ചെയ്യാം. ടെലഗ്രാം ആപ്പിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. എംഫേവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിലും നമ്മുടെ നോട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ GST കൗൺസിലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ലേറ്റസ്റ്റ് ടോപ്പിക്കായ ട്രിബ്യൂണലിലേക്ക് കടക്കാം. സോ നോക്കിക്കേ, GST കൗൺസിലിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. GST കൗൺസിൽ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം GST എന്ന നിയമത്തെ കുറിച്ചാണ്. 2016 101 ഭരണഘടനാ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് 2017 ജൂലൈ 1 GST നിയമം നിലവിൽ വന്നത്. GST നിയമം നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് GST കൗൺസിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 279A പ്രകാരം GST നിയന്ത്രിക്കുന്നതിനായി GST കൗൺസിൽ ആര് രൂപവൽക്കരിക്കുന്നു? രാഷ്ട്രപതി രൂപവൽക്കരിക്കുന്നു. ഏറ്റവും പ്രധാനമാണ് 2016 101 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 279A. അതെന്താണ് പറയുന്നത്? രാഷ്ട്രപതി രാജ്യത്ത് GST കൗൺസിൽ രൂപവൽക്കരിക്കണം. അപ്പോ ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപം കൊണ്ടതല്ലേ GST കൗൺസിൽ. അതുകൊണ്ടാണ് GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഭരണഘടനാ നിയമ ഭേദഗതിയിലൂടെ രാജ്യത്ത് GST നിയമം 2017 ജൂലൈ 1 നിലവിൽ വന്നു അല്ലെ? ശ്രദ്ധിക്കാം, GST കൗൺസിലിൽ ആകെ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 33. ഓക്കെ, അതിൽ 2 പേർ കേന്ദ്ര തലത്തിൽ നിന്നും ബാക്കി 31 പേർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, നമ്മുടെ GST കൗൺസിൽ ഭരണസമിതിയിൽ ഗവേണിംഗ് ബോഡി എന്ന് നമ്മൾ പറയും. ആകെ എത്ര അംഗങ്ങളുണ്ട്? 33. അതിൽ 2 പേർ കേന്ദ്രത്തിൽ നിന്നും ബാക്കി 31 പേർ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും. കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയോട് കൂടിയ കേന്ദ്രഭരണ പ്രദേശം. പുതുച്ചേരി, ഡൽഹി പോലുള്ളവ. ഇപ്പൊ ജമ്മു കാശ്മീരിലും അത് ഉണ്ടെങ്കിലും ഇപ്പൊ നിയമനിർമ്മാണ സഭ വന്നിട്ടില്ല അവിടെ. ഓക്കെ, അപ്പോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇനി കേന്ദ്രത്തിൽ നിന്ന് 2 പേരെന്ന് പറഞ്ഞല്ലോ. 1 കേന്ദ്ര ധനകാര്യ മന്ത്രിയും 2 കേന്ദ്ര ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സഹമന്ത്രിയും കൂടിയാണ്. അപ്പോ GST കൗൺസിലിന്റെ ചെയർമാൻ കേന്ദ്ര ധനമന്ത്രിയാണ്. മറ്റ് അംഗങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ ധനകാര്യ അല്ലെങ്കിൽ നികുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാരുമാണ് അല്ലെ? സംസ്ഥാനം അതുപോലെ തന്നെ ആരാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമനിർമ്മാണ സഭയോട് കൂടിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ധനകാര്യ അല്ലെങ്കിൽ നികുതി കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ അകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആകെ എത്ര അംഗങ്ങൾ? 33. അതിൽ 2 പേർ കേന്ദ്ര തലത്തിൽ നിന്നും ബാക്കി 31 പേർ ശ്രദ്ധിക്കണം, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും. അതിൽ സംസ്ഥാന തലങ്ങളിൽ നിന്നും 28 പേരാണ്, 3 പേര് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണ്. കാരണം നിയമനിർമ്മാണ സഭയോട് കൂടിയ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 3 അല്ലേ? ഡൽഹി,
പുതുച്ചേരി, ജമ്മു കാശ്മീർ. എന്നാൽ ജമ്മു കാശ്മീരിൽ നിലവിലില്ല എങ്കിൽ കൂടിയും. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്തതിലേക്ക് നോക്കിയേ. അംഗങ്ങൾ അവർ തീരുമാനിക്കുന്ന കാലയളവിലേക്ക് കൗൺസിലിന്റെ വൈസ് ചെയർമാനായി തങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇതുവരേക്കും ഈ സ്ഥാനത്തേക്ക് ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോ GST കൗൺസിലിന് വൈസ് ചെയർമാൻ ഉണ്ടോ? ഇല്ല. തിരഞ്ഞെടുക്കാനുള്ള പ്രൊസീഡിങ്സ് അവൈലബിൾ ആണോ? യെസ്, അവൈലബിൾ ആണ്. അംഗങ്ങൾ അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കും, പക്ഷെ ഇതുവരെയും തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി GST കൗൺസിലിലെ ക്വാറം, അതായത് ഒരു മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യകത, മൊത്തം അംഗങ്ങളുടെ പകുതിയോളം പേർ, അതായത് 50% മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 50% പ്രസൻസ്, ഈ പറയുന്ന അംഗങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ GST കൗൺസിൽ ക്വാറം തികയുള്ളൂ, മീറ്റിംഗ് ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. ഇനി GST കൗൺസിൽ തീരുമാനമെടുക്കൽ എങ്ങനെയാണ് എന്നുള്ള പ്രക്രിയ നോക്കാം. ഇവിടെയാണ് അംഗങ്ങളുടെ വോട്ടിംഗ് രീതിയെക്കുറിച്ചും അതിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുന്നത്. GST കൗൺസിലിലെ എല്ലാ തീരുമാനങ്ങളും ഹാജരായ അംഗങ്ങളുടെ, ആകെ അംഗങ്ങളിൽ അവർ എത്ര പേര് ഹാജരായിട്ടുണ്ടോ അല്ലെ, അപ്പോ പ്രസന്റ് ആയിട്ടുള്ള വ്യക്തികളുടെയാണ് കേട്ടോ. ഹാജരായ അംഗങ്ങളുടെ വെയിറ്റഡ് വോട്ടിന്റെ 4/3, ദാറ്റ് മീൻസ് 3/4% കുറയാത്ത ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയിരിക്കണം. അപ്പോ ആകെ മൊത്തം അംഗങ്ങൾ എത്ര പേരുണ്ടെന്നാ പറഞ്ഞ്? 2 പേർ കേന്ദ്രത്തിൽ നിന്നും, 28 പേർ സംസ്ഥാനത്ത് നിന്നും, 3 പേർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും ആകുമ്പോൾ ശ്രദ്ധിക്കണം 33 പേർ അല്ലെ. ഈ 33 പേരിൽ ആരൊക്കെ ഹാജരായിട്ടുണ്ടോ, ഹാജരായവരിൽ 3/4 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിലിൽ ഒരു തീരുമാനം പാസ്സാക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ഇനി കേന്ദ്ര തലത്തിൽ നിന്നും 2 പേരെന്നല്ലേ പറഞ്ഞേ, അവരുടെ വോട്ട് വെയിറ്റേജ് എന്ന് പറയുന്നത് 1/3 വെയിറ്റേജ് ആണ്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ബാക്കി 28-ഉം 3-ഉം ചേർന്ന് 31 പേരല്ലേ, അവരുടെ വോട്ടിന്റെ വെയിറ്റേജ് 2/3 ആണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നു, ഓക്കെ, സംസ്ഥാനം വിചാരിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനങ്ങൾ ഒന്നടങ്കം വിചാരിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തെ തോൽപ്പിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ തോന്നിയിരിക്കും. പക്ഷേ ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവരുടെ ആൾക്കാരാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കത്തില്ല. പകുതിയിൽ കൂടുതലാണെങ്കിൽ കൂടിയും നടക്കത്തില്ല. ഇനി മറ്റൊരു പ്രധാന സവിശേഷത, GST കൗൺസിൽ എന്ത് തീരുമാനമെടുത്താലും ഇവൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും താല്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് അവിടെ പാസ്സാക്കപ്പെട്ടത് എങ്കിൽ, കേന്ദ്രത്തിന് അതിന് താല്പര്യമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? GST കൗൺസിലെ എല്ലാ തീരുമാനങ്ങളിലും കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്ര ധനകാര്യമന്ത്രി അവിടെ ഉണ്ടല്ലോ, അവർക്ക് അവിടെ വീറ്റോ അധികാരമുണ്ട്. അതായത് ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ ഹാജരായവരുടെ 3/4 മെജോറിറ്റി മതി. കേന്ദ്ര ലെവൽ വോട്ടിംഗ് വെയിറ്റേജ് 1/3 ആണ്, സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി വെയിറ്റേജ് ലെവൽ 2/3 ആണ് എങ്കിൽ കൂടിയിട്ടും തീരുമാനങ്ങളെ അട്ടിമറിക്കുവാൻ വീറ്റോ അധികാരം ആർക്കുണ്ട്? കേന്ദ്ര സർക്കാരിനുണ്ട്. ആ വീറ്റോ അധികാരം കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ആര് പ്രയോഗിക്കും? കേന്ദ്ര ധനകാര്യമന്ത്രി. അവരാണല്ലോ GST കൗൺസിൽ ചെയർമാൻ എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കി: നികുതി സമ്പ്രദായം കാര്യക്ഷമമാക്കുക, സുതാര്യമാക്കി മാറ്റുക, ട്രാൻസ്പാരൻസി കൊണ്ടുവരിക, നികുതി നിരക്കുകൾ, ഇളവുകൾ, നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും ബിസിനസ് വളർച്ചയ്ക്കും നിക്ഷേപത്തിനും സാമ്പത്തിക വികസനത്തിനും പ്രോത്സാഹനമാക്കുക എന്ന ലക്ഷ്യം കൂടി GST കൗൺസിലിനുണ്ട്. അപ്പോൾ GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതും, GST കൗൺസിലിൽ ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ചെയർമാൻ എന്നും വൈസ് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. ഓക്കെ, GST കൗൺസിലിൽ അംഗമായ കേരളത്തിൽ നിന്നുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ആണെന്നുള്ളതും അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ശരി, അങ്ങനെയെങ്കിൽ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും ഈ GST കൗൺസിലിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് GST ട്രിബ്യൂണൽ. കാരണം എന്താണെന്ന് വെച്ചാൽ GST ട്രിബ്യൂണൽ രൂപവൽക്കരണം ഇപ്പോഴാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ബെഞ്ച് രൂപപ്പെടുത്തി, ദേശീയ ബെഞ്ചിന്റെ പ്രസിഡന്റ് മറ്റുമെല്ലാം അവരെ നിയമിക്കുകയും ചെയ്തു. അപ്പോ
കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നു എങ്കിൽ GST ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഒരു വലിയ ടോപ്പിക്കാണ് GST ട്രിബ്യൂണൽ. അപ്പോ ശ്രദ്ധിക്കാം, 2017 കേന്ദ്ര GST നിയമത്തിലെ വകുപ്പ് 109 പ്രകാരം GST കൗൺസിലിന്റെ ശുപാർശയിൽ കേന്ദ്ര സർക്കാരാണ് GST അപ്പീൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പഠിച്ചു 101ാമത് ഭരണഘടനാ നിയമ ഭേദഗതി 2016 പ്രകാരമാണ് GST കൗൺസിൽ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനം നിലവിൽ വന്നത് അല്ല. എന്നാൽ ഇവിടെയാണെങ്കിലോ 2017 സെൻട്രൽ GST ആക്ടിലെ വകുപ്പ് 109 പ്രകാരം, അപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് 2017 സെൻട്രൽ GST ആക്ട് പാർലമെന്റ് പാസാക്കിയിരിക്കുകയാണ്. ഓക്കെ, അതിലെ വകുപ്പ് 109 പ്രകാരം GST കൗൺസിൽ കേന്ദ്ര സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ് GST അപ്പീൽ ട്രിബ്യൂണൽ രൂപവൽക്കരിക്കണമെന്നുള്ളത്. അപ്പോ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും GST പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്ക പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് GST ട്രിബ്യൂണൽ അല്ലെങ്കിൽ അപ്പീൽ ട്രിബ്യൂണൽ രൂപവൽക്കരിക്കണമെന്നുള്ളത് ഇവിടെ ആവശ്യകത എന്ന് പറയാൻ ഉള്ളത്. അതായത് സത്യത്തിൽ ഇവിടെ നമ്മുടെ ഈ ഒരു GST അപ്പീൽ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന GST കൗൺസിലിന്റെ ശുപാർശയാൽ കേന്ദ്ര സർക്കാർ ഇവിടെ രൂപവൽക്കരിക്കുന്നു. ഇനി അതുകൊണ്ട് തന്നെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു ക്വാസി ജുഡീഷ്യൽ അഥവാ അർത്ഥ ജുഡീഷ്യറി സ്ഥാപനമാണ്. ശ്രദ്ധിക്കണം, ഇതൊരു അർത്ഥ ജുഡീഷ്യറി സ്ഥാപനമാണ്. ഓക്കെ, ചില അതായത് ഈ പറയുന്ന GST അപ്പീൽ ട്രിബ്യൂണലിന് സിവിൽ കോടതിയുടെ ചില അധികാരങ്ങൾ ഉള്ളത് കൊണ്ടും എന്നാൽ സാധാരണ ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവരുടെ പൂർണ്ണ അധികാരമില്ലാത്തതും കൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് നമ്മൾ വിളിക്കുന്നത്, അഥവാ അർത്ഥ ജുഡീഷ്യറി സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചു GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അത് രൂപവൽക്കരിച്ചത് രാഷ്ട്രപതിയാണ്. എന്നാൽ നേരെ തിരിച്ച് GST അപ്പീൽ ട്രിബ്യൂണൽ രൂപവൽക്കരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതൊരു അർത്ഥ ജുഡീഷ്യറി സ്ഥാപനമാണ്. ഓക്കെ അല്ലേ? ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല, അപ്പൊ ശ്രദ്ധിക്കണം, ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല GST അപ്പീൽ ട്രിബ്യൂണലിനെ കുറിച്ച്. ഓക്കെ, എവിടെയാ പ്രതിപാദിച്ചിരിക്കുന്നത്? 2017 CGST അഥവാ സെൻട്രൽ GST നിയമത്തിലാണ്. ഇനി ട്രിബ്യൂണലിന്റെ ദേശീയ ബെഞ്ച്, നാഷണൽ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോ ശ്രദ്ധിക്കണം, അതായത് നാഷണൽ ബെഞ്ചാണ് പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ റീജിയണൽ ബെഞ്ചസും ഉണ്ട്, ഈ പറയുന്ന മുംബൈ, അതുപോലെ ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ മറ്റ് റീജിയണൽ ബെഞ്ചസും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ബെഞ്ചുകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്താണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ട്രിബ്യൂണൽ ബെഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ നോക്കുന്നത് GST അപ്പീൽ ട്രിബ്യൂണൽ ആണ്. GST അപ്പീൽ ട്രിബ്യൂണൽ, GST അപ്പീൽ ട്രിബ്യൂണലുകൾ നാഷണൽ ലെവലിലും റീജിയണൽ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും രൂപവൽക്കരിക്കുന്നുണ്ട്. റീജിയൻ എന്ന് പറയുമ്പോൾ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് എന്നുള്ള രീതിയിലാണ്. മറ്റത് 28 സംസ്ഥാനങ്ങളും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പൊ നമുക്കിവിടെ ദേശീയ ബെഞ്ച് നോക്കുകയാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്, നോക്കിക്കൊള്ളണം, സഞ്ജയ് കുമാർ മിശ്ര. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ തവണത്തെ. അവരാണ് ഓത്ത് വരെ ചൊല്ലിക്കൊടുത്തത്, അത് വിത്ത് ഫോട്ടോ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇനി ദേശീയ ബെഞ്ചിൽ ആരൊക്കെയുണ്ട്? പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല കേട്ടോ, ദേശീയ ബെഞ്ചിന്റെ പ്രസിഡന്റ് ആണ്. ഒരു ജുഡീഷ്യൽ അംഗം, 2 സാങ്കേതിക അംഗങ്ങൾ, ഒരാൾ സംസ്ഥാനത്ത് നിന്നും ഒരാൾ കേന്ദ്രത്തിൽ നിന്നും എന്നിവർ ഉൾപ്പെടുന്നതാണ് ദേശീയ ബെഞ്ച് എന്ന് പറയുന്നത്. ജുഡീഷ്യൽ അംഗം ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ 10 വർഷക്കാലം ജില്ലാ ജഡ്ജിയോ അഡീഷണൽ ജില്ലാ ജഡ്ജിയോ ആയിട്ട് സേവനമനുഷ്ഠിച്ചിരിക്കണം. ഓക്കെ, ഇനി പ്രസിഡന്റിന്റെ കാലാവധി നോക്കിയേ, 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഏതാണോ ആദ്യം സംഭവിക്കുക. ജുഡീഷ്യൽ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക അംഗങ്ങളുടെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 67 വയസ്സ്. ഓക്കെ, ഇവിടെ വർഷത്തിന്റെ കാലാവധി 4 തന്നെയാണെങ്കിൽ വയസ്സ്
പ്രസിഡന്റിന്റെ കാര്യത്തിൽ 70, മറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ 67. ആദ്യം ഏതാണോ അതിനനുസരിച്ച് അവർ സ്ഥലം വിട്ടുകൊള്ളുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രാദേശിക ബെഞ്ചുകൾ അഥവാ റീജിയണൽ ബെഞ്ച് അതെവിടെയൊക്കെയാണെന്ന് നോക്കാം. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും മറ്റ് സംസ്ഥാന തലങ്ങളിലും ബെഞ്ചുകൾ രൂപവൽക്കരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രാദേശിക ബെഞ്ചുകൾ, റീജിയണൽ ബെഞ്ചുകൾ എന്ന് പറഞ്ഞാൽ മുംബൈ, കൊൽക്കത്ത, അതുപോലെ തന്നെ ഹൈദരാബാദ് കേട്ടോ, ചെന്നൈയല്ല ഹൈദരാബാദ് ആണ്. മറ്റ് സംസ്ഥാന തലങ്ങളിലും ബെഞ്ചുകൾ രൂപവൽക്കരിക്കുന്നുണ്ട്. ഇനി സംസ്ഥാന തലങ്ങളിൽ ബെഞ്ചുകൾ രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ 2023 വാർത്ത അനുസരിച്ച് ആദ്യഘട്ടത്തിൽ 50ഓളം ട്രിബ്യൂണലുകളാണ് സംസ്ഥാന തലങ്ങളിൽ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം തയ്യാറെടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലായിരുന്നു, ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. കേരളം 3 പ്രതീക്ഷയെങ്കിലും കേരളത്തിന് കൊച്ചി, അതായത് എറണാകുളവും തിരുവനന്തപുരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ കേരളത്തിൽ GST ട്രിബ്യൂണൽ, സംസ്ഥാന തലത്തിലെ GST ബെഞ്ച് നിലവിൽ വന്നിരിക്കുന്നത് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സംസ്ഥാന, അതായത് കേരളത്തിന്റെ ട്രിബ്യൂണലിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 2 പേരാണ്. ഒരു സാങ്കേതിക അംഗവും അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ മെമ്പർ ആണ് കേട്ടോ, ഒരു ജുഡീഷ്യൽ അംഗവുമാണ്. ജുഡീഷ്യൽ അംഗം ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. ഇനി GST അപ്പീലാണ്. അപ്പോൾ GST അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, GST ഹയർ ഓഫീസേഴ്സ് ആണ്. സോ GST ഈ പറയുന്ന ഇത്ര രൂപ അടയ്ക്കണമെന്ന് ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ആക്ഷേപമുള്ളവർക്ക്, അതായത് GST അതോറിറ്റിയുടെ ഓർഡറിന്മേൽ ആക്ഷേപമുള്ളവർക്ക് 1ാം അപ്പീൽ അതോറിറ്റിക്ക് അപ്പീൽ നൽകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ GST ആയി ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങൾ, GST കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ, ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് GST അതോറിറ്റി പറയുകയാണ് നിങ്ങൾക്ക് ഇത്ര രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അടച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ല നമ്മൾ ഇത്ര രൂപ അടയ്ക്കാനുള്ളൂ, ബാക്കി നമ്മൾ നേരത്തെ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്മേൽ തർക്കം, ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ആ ഡിസ്പ്യൂട്ടിന്മേൽ ആദ്യം അപ്പീൽ പോകാൻ സാധിക്കുന്നത് 1ാം അപ്പീൽ അതോറിറ്റി അഥവാ അധികാരിക്ക് മുന്നാലെയാണ് പോകാൻ സാധിക്കുക. GST ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെയാണത്. ഇനി അവിടെ നിന്നും കിട്ടിയ ഓർഡറിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ GST അപ്പീൽ ട്രിബ്യൂണലിലേക്ക് പോവാം. ഇവിടെയാണ് GST അപ്പീൽ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ആവശ്യകത നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അപ്പീൽ ട്രിബ്യൂണൽ കൊണ്ടുവന്ന കാര്യത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോവാം. ഹൈക്കോടതിയിൽ നിന്നും ആക്ഷേപം നമുക്ക് സ്വാഭാവികമായിട്ട് അനുകൂലമായ വിധി അല്ലെങ്കിൽ അന്തിമമായിട്ട് അപ്പീൽ നൽകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അപ്പീൽ അധികാരി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇതാണ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ. അപ്പീലുമായി ബന്ധപ്പെട്ട് വരുന്നത് GST അതോറിറ്റിയിൽ നിന്നും 1ാം അപ്പീൽ അതോറിറ്റിയിലേക്ക് കടക്കണം. അതിനുശേഷം GST അപ്പീൽ ട്രിബ്യൂണൽ, ശേഷം ഹൈക്കോർട്ട്, അന്തിമ അപ്പീൽ അധികാരി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് കേട്ടോ, സുപ്രീം കോടതിയാണ്. അപ്പീൽ നൽകുന്ന വ്യക്തി തർക്കത്തിലുള്ള നികുതി തുകയുടെ കുറഞ്ഞത് 10% ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. 10% ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. GST പോർട്ടലിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. തർക്കം, അതായത് ഡിസ്പ്യൂട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന എത്രയാണോ ടാക്സ്, ആ ടാക്സിന്റെ 10% ഫീ ആയിട്ട് ആദ്യമേ പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. GST അതോറിറ്റി പുറപ്പെടുവിച്ച ഉത്തരവിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ 1ാം അപ്പീൽ അതോറിറ്റിക്ക് അപ്പീൽ നൽകാനുള്ള സമയപരിധി എന്ന് പറയുന്നത് GST അതോറിറ്റിയുടെ ഉത്തരവ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ അഥവാ 90 ദിവസമാണ്. പ്രത്യേക സാഹചര്യത്തിൽ 1ാം അപ്പീൽ അതോറിറ്റിക്ക് ഇത് 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ അധികാരമുണ്ട്. അപ്പോൾ അപ്പീൽ സമയപരിധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ GST അതോറിറ്റി ഒരു ഓഫീസർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അധികാരി, അദ്ദേഹത്തിന്റെ ഓർഡറിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാനായിട്ട് 1ാം അപ്പീൽ അതോറിറ്റിയിലേക്ക് കടക്കുമ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം? GST അതോറിറ്റിയിൽ നിന്നും നോട്ടീസ് ലഭിച്ച് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ലഭിച്ച് 3 monthsനുള്ളിൽ അഥവാ 90 days. ഇനി 1ാം അപ്പീൽ അതോറിറ്റി പുറപ്പെടുവിച്ച ഉത്തരവിന്മേലാണ് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും GST ട്രിബ്യൂണലിലേക്ക് അപ്പീൽ പോകാമല്ലോ. അതിന്റെ സമയപരിധി എന്ന് പറയുന്നത് 1ാം അപ്പീൽ അതോറിറ്റിയുടെ ഉത്തരവ് ലഭിച്ച് 3 മാസത്തിനുള്ളിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഇത് നീട്ടി നൽകാനും സാധിക്കും. ഓക്കെ, വീണ്ടും ഒരു 3 മാസത്തേക്ക് അധികമായിട്ട് നീട്ടി നൽകാൻ സാധിക്കും. അതായത് പ്രത്യേക സാഹചര്യം എന്ന് ഞാനിവിടെ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇല്ലീഗലായിട്ട് ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് അപ്പീൽ ചെയ്യാൻ വൈകിപ്പോയതിന് ശരിയായ കാരണങ്ങളുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി 50,000 രൂപയ്ക്ക് താഴെയുള്ള തർക്കങ്ങളിൽ ഉൾപ്പെടുന്ന അപ്പീലുകൾ GST ട്രിബ്യൂണലിൽ നിരാകരിക്കാം. അപ്പീലിനുമേൽ GST ട്രിബ്യൂണൽ തീരുമാനമെടുക്കേണ്ട സമയപരിധി വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 വർഷം. GST ട്രിബ്യൂണൽ പാസാക്കിയ ഉത്തരവിന്റെ തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ പ്രകടമായ തെറ്റ് തിരുത്തുന്നതിനായി ഉത്തരവ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ട്രിബ്യൂണലിനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, GST അതോറിറ്റിയിൽ നിന്നും 1ാം അപ്പീൽ അതോറിറ്റിയിലേക്ക് അപ്പീൽ ചെയ്യാനുള്ള സമയപരിധി 3 ആണ്. പ്രത്യേക സാഹചര്യത്തിൽ 1 മാസം കൂടി നീട്ടി നൽകും. ഇനി 1ാം അപ്പീൽ അതോറിറ്റിയിൽ നിന്നും GST അപ്പീൽ ട്രിബ്യൂണലിലേക്ക് അപ്പീൽ ചെയ്യാനുള്ള സമയപരിധി 3 മാസമാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ വീണ്ടും അധികമായി 3 മാസത്തേക്ക് നീട്ടി നൽകപ്പെടും. ഇനി അപ്പീലിന്മേൽ GST ട്രിബ്യൂണൽ തീരുമാനമെടുക്കേണ്ട സമയപരിധി 1 വർഷമാണ്. ഓക്കെ, ഒരു തീരുമാനം എടുത്തു, എന്നിട്ട് സ്വയം തോന്നുകയാണ് ഇതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് GST ട്രിബ്യൂണലിന് തോന്നിയാൽ ആ ഉത്തരവ് വന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ തെറ്റ് തിരുത്താനുള്ള ഒരു അധികാരവും അനുവാദവും ആർക്കുണ്ട്? GST ട്രിബ്യൂണലിനുണ്ട്. ഒരു കേസ് വിചാരണ ചെയ്യുമ്പോൾ സിവിൽ കോടതിയുടെ ചില അധികാരങ്ങൾ ലഭിക്കുന്നു. അതായത് ആളുകളെ വിളിച്ചു വരുത്തുവാനും കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാനും ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുവാനും വാറണ്ടുകൾ പുറപ്പെടുവിക്കാനും ഒക്കെയുള്ള അധികാരം GST അപ്പീൽ ട്രിബ്യൂണലിനുണ്ട്. ഓക്കെ, ശരി. ഇനി ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയം എന്ന് പറയുന്നത് ട്രിബ്യൂണലിന്റെ ഉത്തരവ് ലഭിച്ച് 6 മാസത്തിനുള്ളിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ 6 മാസത്തിന് ശേഷവും അപ്പീൽ അംഗീകരിക്കുവാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ സമയപരിധി 6 മാസത്തിനുള്ളിലാണ്. ഈ അപ്പീൽ പരിശോധിക്കുന്ന ജഡ്ജിമാരുടെ അംഗമെന്ന് പറയുന്നത് കുറഞ്ഞത് 2 പേരാണ്. അവരുടെ മെജോറിറ്റി തീരുമാനം അനുസരിച്ചാണ് ഇവിടെ തീരുമാനം കൈക്കൊള്ളുന്നത് കേട്ടോ. ഇനി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാം. അതിനായിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ച് 60 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനമായിട്ടും നോക്കാം, ഇവിടെ നിന്ന് നമുക്ക് നോക്കാം ആ ഒരു ഹൈറാർക്കി. താഴെത്തട്ടിൽ നിന്നും GST അതോറിറ്റിയിൽ നിന്നും 1ാം അപ്പീൽ അതോറിറ്റിക്ക് അപ്പീൽ നൽകുവാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 3 മാസമായിരുന്നു. ശേഷം 1ാം അപ്പീൽ അതോറിറ്റിയിൽ നിന്നും GST അപ്പീൽ ട്രിബ്യൂണലിലേക്ക് നൽകാനായിട്ട് വീണ്ടും 3 മാസം വന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ അപ്പീൽ പോകുന്ന ആ ഒരു ഹൈറാർക്കി കാര്യങ്ങളും അതുപോലെ തന്നെ സമയപരിധിയും. അന്തിമ അപ്പീൽ അധികാരി എന്നുള്ളത് സുപ്രീം കോടതിയാണെന്നുള്ള കാര്യവും, അപ്പീലിന് പോകുന്നതിന് ചുമ്മാ അങ്ങ് പോകാൻ സാധിക്കില്ല. ഡിസ്പ്യൂട്ടഡ് ടാക്സ് റേറ്റിന്റെ 10%, കുറഞ്ഞത് 10% എന്ത് ചെയ്യണം? ഫീ ആയിട്ട് കെട്ടിവെക്കണം. അതിലും താഴെ 10% താഴെ കെട്ടിവെക്കണമെന്നുണ്ടെങ്കിൽ അതിന് കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ, അതായത് ബന്ധപ്പെട്ട അധികാരികളുടെ പ്രത്യേക അനുവാദം ഉണ്ടായിരിക്കണം. അത് കിട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നോക്കാം. താങ്ക് യു വെരി മച്ച്.